ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജിമ്മി ചൂ എന്ന് പറയുന്ന ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഫാബ്രിക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഫാബ്രിക്കാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ സ്റ്റിച്ചിങ്ങിനെക്കാളും. കാരണം ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഫാബ്രിക് ആയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഒരു 4 മീറ്ററോളം ഞാൻ വാങ്ങിച്ചിട്ട് 1-2 മാസമായി എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഫ്രോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രോക്കൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുകയാണ്. നമ്മൾ ടോപ്പും ഫ്ലെയർ പാൻറ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻറ്റ് ചെയ്യുന്ന കാണിക്കാം. അതിന് കൂടെ തന്നെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും 4 മീറ്റർ, ഈ ജിമ്മി ചൂ 4 മീറ്റർ, അതും കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലോത്തിനെ ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ ആദ്യം മടക്കി എന്നിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ടാണ് വെക്കുന്നത്. ഇത് ഞാൻ ഫ്ലെയർ ആയിട്ട് വരുന്ന നമ്മൾ എന്താ പറയുക, അംബ്രല്ല ടൈപ്പ് സ്കേർട്ടില്ലേ, ആ ഒരു ടൈപ്പിൽ വരുന്ന പാൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്നത് നമ്മുടെ ബെൽറ്റിൻ്റെ അവിടുത്തെ അളവാണ്. ബെൽറ്റിൻ്റെ അവിടുത്തെ അളവാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ലൂസായിട്ട് വേണം നമ്മുടെ അരയുടെ അവിടുത്തെ അളവ്. ഇപ്പോൾ എൻ്റെ അരയുടെ അവിടെ എനിക്ക് 30 നോർമലി ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ 30 കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 30 അല്ലാതെ 40 വരുന്ന പോലെ കൊടുക്കുകയാണ്. അപ്പോൾ 10 ഇഞ്ചാണ് ഞാനിപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഒരു വര വരച്ചില്ലേ, അത് 10 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 40 കിട്ടും. കാരണം 4ആയിട്ടാണല്ലോ ഇപ്പോൾ ഇത് മടക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ 10 കൊടുത്തു. അപ്പോൾ എലാസ്റ്റിക് ഇടാനൊക്കെ നല്ല എന്താ പറയുക, ഇലാസ്റ്റിക് ഇട്ടാലും നല്ല വീതിയായിട്ടൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ലെങ്ത്താണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് 40 ആണ് വരുന്നത്. അപ്പോൾ ഞാനതിൽ 40 ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, മനസ്സിലായോ? കാരണം ഈ ബെൽറ്റിൻ്റെ അവിടെ നമുക്കൊരു പീസ് വരാനുണ്ട്. അപ്പോൾ പിന്നെയും ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചിട്ടാണ് ഈ ഒരു മാർക്കിങ് കൊടുക്കുന്നതിന് ഒരു 38, 39 അങ്ങനെയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ബെൽറ്റും കൂടി വരുമ്പോഴത്തേക്കും ലെങ്ത്ത് കൂടി പോവരുത് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 40 വേണ്ട സ്ഥലത്ത് 39ഒക്കെയാണ് 1 ഇഞ്ച് കുറച്ചിട്ട് കൊടുക്കുക, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, റൗണ്ടായിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ ഈ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യണമല്ലോ, അതും കൂടി വേണം. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്കേർട്ട് പോലെയായി. അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോഴാണ് എന്താവുക, ആ ഒരു ഏരിയ നമുക്ക് പാൻറ്റ് പോലെ വരുള്ളൂ. അപ്പോൾ ഈ ലെങ്ത്ത്, നമ്മുടെ ഈ സീറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 14 കൊടുത്തിട്ടുണ്ട്. അത് നല്ല തടിയുള്ള ആളാണെങ്കിൽ നിങ്ങളെ പാൻറ്റ് വെച്ച് അളന്ന് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, 16 ഒക്കെ വരുന്ന ആൾക്കാരുണ്ട്, 11 വരുന്നതും ഉണ്ട്. അപ്പം ഞാനിതിലൊരു 14 കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വിടുത്തുണ്ടല്ലോ, 3 ഇഞ്ചാണ് വിടുത്ത് കൊടുക്കേണ്ടത്. ഞാനിത് എന്താ പറയുക, ഓരോരോ വഴി നോക്കിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അളവും കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്യാം. 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു കോണിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു എൻഡിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ ആർച്ച് പോലെയും വരച്ചു കൊടുക്കണം. ഇപ്പോൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തേ ഉള്ളൂ. ഞാൻ 3 ഇഞ്ചാണ് നമ്മൾ വീതി എടുക്കേണ്ടത്. കണ്ടില്ല, 3 ഇഞ്ച് എടുക്കണം. അത് ഞാൻ കുറച്ചിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3 ഇഞ്ചാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 3 ഇഞ്ച് അവിടെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഈ ഒരു കോൺ ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആർച്ച് പോലെയായിട്ട് കണ്ടില്ല, ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എന്താ പറയുക, ക്രൗച്ച് ഏരിയ വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസാണ് അത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ആർച്ച് പോലെ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ലെങ്ത്ത് വൈസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത സാധനമാണ്. അപ്പോൾ ഇതേപോലെ അതും കട്ട് ചെയ്തിട്ട് ഇനി കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് പീസ് വെച്ച് കൊടുക്കാതെ വേറെ വഴിയില്ല. കാരണം നല്ല എന്താ പറയുക, 44 നമ്മുടെ ക്ലോത്തിനെ വിടുത്തുള്ളൂ. 60 ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. ഇതിപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു പീസ് അവിടെ വെച്ചേ പറ്റുള്ളൂ. അല്ല, പീസ് വരാതിരിക്കണേൽ എന്ത് ചെയ്യേണ്ടി വരും, 60 ഇഞ്ചൊക്കെ വരുന്ന ഫാബ്രിക് വാങ്ങിക്കേണ്ടി വരും. ജിമ്മി ചൂല് 60 വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നോർമലി ഇപ്പോഴും നമുക്ക് 44 അങ്ങനെ തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പീസ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത്ര വൃത്തിയോടൊന്നും ആയിട്ടൊന്നും ഉണ്ടാവില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പീസ് അവിടെ വെച്ചിരുന്ന് അറിയ പോലും ഇല്ല. നല്ല നീറ്റായിട്ട് അയൺ കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. 44 ലെങ്ത്ത് വരുന്ന പീസിലൊക്കെ നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ട് ഇതേപോലെ ഒരു പീസ് സൈഡിൽ എന്തായാലും വരും. അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ക്ലോത്ത് ഉണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക പാൻറ്റ്, അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ടോപ്പിൽ പീസിൽ ഞാൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
എന്താ പറയുക മുട്ട് വരെ, എൻ്റെ ഷോൾഡർ ടു മുട്ട് വരെ വരുന്ന പോലെയാണ് ഞാൻ ഈ ഒരു ടോപ്പ്, സിമ്പിളായിട്ടുള്ള ചുരിദാർ ടോപ്പാണ്. ആദ്യം ക്ലോത്തിനെ 2ആയിട്ട് മടക്കി പിന്നെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് മടക്കിയത് ഞാൻ വെക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സേവ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ സാധാരണ ടോപ്പ് എങ്ങനെയാണോ മടക്കുന്നത് അതേപോലെ, അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പിന്നെ ആം ഹോള് കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഒരു ചുരിദാറിൻ്റെ ടോപ്പോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട്, ബിഗിനേഴ്സായ ആൾക്കാർക്ക് എന്താ പറയുക മനസ്സിലാവുന്നില്ല എന്നാണ്, നിങ്ങളുടെ അളവ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് വരച്ചെടുത്താലും മതി. സിമ്പിളായിട്ടുള്ള ടോപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വലിച്ച് നീട്ടുന്നില്ല, ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. അതും എൻ്റെ ഷോൾഡർ ടു മുട്ട് വരെ വരുന്ന പോലെയാണ് എടുത്തത്. ഇനി അതിൻ്റെ മേലെയും കുറച്ചും കൂടി കയറിയിട്ട് വരണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, ഇനി വല്ലാണ്ട് ഇറങ്ങിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് മുട്ട് വരെ വരുന്ന പോലെയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡ് ഓപ്പൺ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സൈഡ് ഓപ്പണിൻ്റെ അവിടെ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എളുപ്പമായിരിക്കും. ഇങ്ങനെ ഒരു മാർക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്കാണ്. നെക്ക് ഞാൻ ബോട്ട് നെക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് 3.5 ഇഞ്ച് ലെങ്ത്തിൽ, അല്ല 3 ഇഞ്ച് ലെങ്ത്തിൽ 3.5 ഇഞ്ച് വിടുത്തും. ഓക്കെ, 3 ഇഞ്ച് ലെങ്ത്ത് 3.5 ഇഞ്ച് വിടുത്തിൽ ഒരു ചെറിയൊരു ആർച്ച് പോലെ വരച്ചിട്ട് ബോട്ട് നെക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കര വീതിയായിട്ടുള്ള ബോട്ടല്ലേ, എൻ്റെ ഒരു ബോട്ട് നെക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലാണ് വരിക. എനിക്കിത് നല്ല കംഫർട്ടാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ. എനിക്ക് ബോട്ട് നെക്കാണ് ശരിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഞാനതിപ്പോഴങ്ങനെ ചെയ്യാറില്ല. പിന്നെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട്, സ്ലീവ് വേണേൽ മാത്രം വെച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ജിമ്മി ചൂ ക്ലോത്ത് എടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇത് സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്, ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ അടുത്ത ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ലൈനിങ് വേണം സെയിം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ എങ്ങനെയാണോ പാൻറ്റിൻ്റെ ക്ലോത്തൊക്കെ കട്ട് ചെയ്തിട്ടുള്ള സെയിം അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കണേ. അത് കാണിക്കാനും വിട്ടുപോയതാണ്. എന്താ പറയുക, അതേപോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. സെയിം ടു സെയിം തന്നെയാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കേണ്ടത്, അതിലൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ക്രൗച്ച് ഏരിയ, ആ ഒരു ഭാഗം ഈ സീറ്റിൻ്റെ അവിടുന്ന് മുതൽ നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഈ വരുന്ന ഭാഗം ഉണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന, അത് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാണ്, അങ്ങനെ ഒരു ക്ലോത്താണിത്. ശരിക്കും നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുമാതിരി വൃത്തിയിട്ട ക്ലോത്ത്. ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഫൈനൽ ലുക്ക് പൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് എന്താ പറയുക കിട്ടും എന്നുള്ളൊരിതായി. കാരണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യാം, ഫുള്ളായിട്ടൊന്ന് ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെടുന്നതിന് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരുപാട് താഴ്ത്തിയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട, ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ അത്രയും മതി. നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ലൈനിങ്ങിനെ അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ഈ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ജിമ്മിച്ചു, അത് മാത്രം ആദ്യം ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. ഇതേപോലെ വെച്ചിട്ട് എൻഡ് വരയ്ക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ ഈ ഫ്ലെയർ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ലൈനിങ്ങിൻ്റെ പിടുത്തം ഉണ്ടാവില്ല. അതിനാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സിമ്പിളല്ലേ, അങ്ങനെ ചെയ്താൽ മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം ഉണ്ടാവും. ആ ഒരു ലൈനിങ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ നീറ്റ്നെസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പീസിനെ അകത്തേക്ക് മാറ്റി പിന്നെ ലൈനിങ്ങിനെ പുറത്തേക്ക് എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ലൈനിങ്ങിനെ മാത്രമായിട്ട് ഇതേപോലെ എടുത്ത് ഈ ബാക്കിയുള്ളത് എവിടെയാണോ നമ്മൾ നേരത്തെ നിർത്തിയിരുന്ന് ആ നിർത്തി അവിടുന്ന് മുതൽ എന്ത് ചെയ്യുക, ലൈനിങ്ങിനെ ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ 2 ഭാഗത്തും ഈ ഓപ്പോസിറ്റ് വരുന്ന എന്താ പറയുക ഒരു പേരും കൂടി ഉണ്ടല്ലോ, അതും നമ്മൾ സെയിം തന്നെ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതേപോലെ എന്ത് ചെയ്യുക, ഈ അടുത്ത ഒരു ഭാഗം കൂടി ചെയ്യാം. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ഒന്നും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് സെൻറ്റർ പിടിച്ച്
അതേപോലെ തന്നെ ഇതിൻ്റെയും സെൻറ്റർ നല്ല വശവും ഒന്നിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സെൻറ്റർ ഭാഗം അവിടുന്ന് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് മേലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അഥവാ ഇനി ഏറ്റക്കുറച്ചിലായാലും നമുക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഈ ഒരു ഭാഗം ഈ സെൻറ്റർ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം കുളമാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ലേ, ഞാനിപ്പോൾ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ, ഇനി നമ്മൾ ബെൽറ്റാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് വിടുത്ത് വരുന്ന പോലെ ഞാൻ ബെൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് നല്ല വശത്തേക്ക് ഇതേപോലെ വരുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ബെൽറ്റ്. എന്നിട്ട് കുറച്ച് സ്പേസ് മാത്രം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അരവണ്ണത്തിനനുസരിച്ചിട്ടുള്ള എലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങളുടെ അരവണ്ണം എത്രയാണ് വരുന്നത് അതിൽ നിന്നും കുറച്ച് ഒരു 5 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എലാസ്റ്റിക് എടുക്കേണ്ടത്. കറക്റ്റ് ഇപ്പോൾ 30 ആണെങ്കിലും 30 എലാസ്റ്റിക് ഒരിക്കലും എടുക്കില്ല കേട്ടോ. അത് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കുക. ഒരു 5 6 ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്ലെയർ ആയിട്ട് വരുന്ന പാൻറ്റ്, ഓക്കെ, എന്താ പറയുക, സ്കേർട്ട് പോലെയൊക്കെ വരുന്നുണ്ടല്ലോ, അംബ്രല്ല പാൻറ്റ് റെഡിയായി. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ടോപ്പാണ്. ടോപ്പിൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, എന്നാലും ഇരിക്കട്ടെ, എന്ത് ചെയ്യുക, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു കളയാം. അപ്പോൾ ജസ്റ്റ് ലൈനിങ്ങുമായിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഓപ്പൺ വരുന്ന ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിലേ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തെന്നിപ്പോകുന്നുള്ള ടെൻഷനൊന്നുമില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നെക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ലൈനിങ്ങുമായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പീസൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രണ്ട് വരുന്ന ഭാഗത്ത് കുറച്ച് നെക്ക് നല്ല നീറ്റായിട്ട് ഇരുന്നോട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക് ഭാഗവും കൂടി സെയിം അതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം അത് ഞാൻ പീസ് വെക്കുന്നില്ല, ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കിൽ പിന്നെ അത്രയും തിക്കായിട്ട് ഇരിക്കണ്ട, അങ്ങനെ പതിഞ്ഞിരിക്കുന്ന പോലെ വേണ്ട, സിമ്പിളായിട്ട് മതി എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന്, ഇതേപോലെ വെച്ചിട്ട് 2 ഭാഗത്തെ ഷോൾഡറും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ഭാഗത്തെ ഷോൾഡറും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് വേണമെന്നുള്ള ആൾക്കാർ സ്ലീവ് ഫിറ്റ് ചെയ്യുക. എനിക്കെന്തോ സ്ലീവ് വെക്കാൻ തോന്നിയില്ല, കാരണം ഈ ഒരു ഡ്രസ്സിന് സ്ലീവ് ഇല്ലാതെയായിരിക്കും ഭംഗിയെന്ന് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാൻ സ്ലീവിൽ നിന്ന് അങ്ങ് അവോയ്ഡ് ചെയ്തു. അഥവാ ഇൻ കേസ് രസം ഇല്ല എന്നാണെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാതെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഫൈനൽ ലുക്കിൽ കണ്ടപ്പോൾ പിന്നെ എനിക്ക് സ്ലീവ് വെക്കാനും തോന്നിയിട്ടില്ല. സ്ലീവ് ഇല്ലാതെയാണ് ഭംഗിയായിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കുക ചെയ്ത്. പിന്നെ ഇതേപോലെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് ഇതെവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന എന്താ പറയുക, ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. നമ്മൾ മുന്നേ എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഉണ്ട് ചുരിദാറിൻ്റെ തന്നെ, വേണേൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കാണുന്നതിൽ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ 2 ഭാഗത്തും നമ്മൾ ഈ സൈഡ് ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്ത്, വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ. ആ ഒരു ക്ലോത്തിനെ എങ്ങനെ ഭംഗിയാക്കി എടുക്കുക എന്നുള്ള ഒരു തിങ്കിങ്ങിലാണ് ഈ ഒരു ഐഡിയ വന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാണ്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കൊണ്ടുവരുന്നില്ലേ, പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഇല്ലാതിരിക്കില്ല. ഇതിൽ ഈ ഒരു ലേസ് ഉണ്ടല്ലോ, ഈ ഒരു ലേസ് ഞാൻ ടോപ്പിൻ്റെ എൻഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രമാണ്, ബാക്കിൽ കൊടുക്കുന്നുണ്ട്, ബാക്കിലും കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിൽ ഇങ്ങനെ കുറച്ച് തൂങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് ലേസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള ഫുൾ കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റാണ് ഇതിലെത്തിയത്. അപ്പോൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിളായിട്ടുള്ള പാർട്ടി വെയറൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഡിസൈനാണ്. ഈ ഒരു ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അല്ലാതെ ഇത് പ്ലെയിനായിട്ട് വരുന്ന ജോർജറ്റ് ചെയ്താൽ ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും പറയുക. ഫ്ലെയറായിട്ട് വരുന്ന ആ ഒരു സ്കേർട്ടല്ല പാൻറ്റ്, സ്കേർട്ട് പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ, പക്ഷേ പലാസോ ടൈപ്പിൽ. പിന്നെ ലെങ്ത്ത് ഞാൻ ഇത്രയും എന്താ പറയുക എടുത്തതാണ്. കുറക്കാം, കൂട്ടാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു ലേസും ഇതിൽ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ ഭംഗി ഇനി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഭംഗി കൂട്ടിയെടുക്കാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് ഹെവി ആയിട്ട് വരുന്ന പോലെ ഒരു ഷോൾ ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്. മാച്ചായിട്ടൊന്നും നോക്കിയിട്ടൊന്നല്ല എടുത്തത്, എൻ്റെ ഇരിക്കുന്നത് ഞാൻ മുതലാക്കുകയാണ്. കാരണം ഞാൻ കൂടെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് സാധനം വാങ്ങിക്കുന്നതിനോട്
ഷോളിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇരിക്കുന്ന ഷോള് ഇതിൽ മാച്ചാക്കി എടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഷോളില്ലാതെയും ഭംഗിയുണ്ട്, ഷോൾ ഉണ്ടായിട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ജിമ്മി ചൂ എന്നാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് എന്നും വരാം. അപ്പോൾ അഭിപ്രായങ്ങളും എല്ലാം പറയൂ. അപ്പോൾ താങ്ക് യു, ബൈ.